ഹലോ മക്കളെ, അർച്ചന മിസ് ആണ്. അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു റിലാക്സ്ഡ് മോഡിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഓണം സെലിബ്രേഷൻ ഉണ്ട്, ഓണം വെക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകും. അത് കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അല്ലേ നമ്മുടെ പഠിത്തത്തിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എക്സാം കഴിഞ്ഞ് ക്രിസ്മസ് എക്സാമിലേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മെജോറിറ്റി ചാപ്റ്റേഴ്സും അവിടെ കവർ ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. പക്ഷേ ഇതിനിടയ്ക്കാണ് നമുക്ക് നമ്മുടെ ഇനി സ്കൂൾ കലോത്സവം വരുന്നത്, നമ്മളുടെ ശാസ്ത്രമേളയും അതുപോലെ തന്നെ ശാസ്ത്രോത്സവം കാര്യങ്ങളൊക്കെ ഇനി ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ടാകും അല്ലേ? അപ്പം നമ്മൾ ഇനി ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് സ്കൂളുകളിൽ നമുക്ക് പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ടാവാനുള്ള സമയവും കൂടെയാണ് വരുന്നത്. അപ്പം അങ്ങനത്തെ സമയങ്ങളിൽ നമ്മുടെ ടീച്ചേഴ്സും ബിസി ആയിരിക്കും. കുട്ടികളെയും കൊണ്ട് ഓരോ സ്കൂളുകളിലേക്ക് കലോത്സവത്തിനൊക്കെ വേണ്ടി പോകുന്ന സമയത്ത്, സബ് ജില്ലാ കലോത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളും അതിൽ ഓരോ പ്രോഗ്രാംസ് ഒക്കെ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളും ബിസി ആയിരിക്കും. അപ്പം അതിനിടയിൽ ക്ലാസ്സിൽ ഒരു വഴിക്ക് ക്ലാസ് നടന്നു പോകുന്നുണ്ടാകും, അതിലൊരു സൈഡിൽ കൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാംസുമായിട്ട് പോകുന്നുണ്ടാകും. ആൻഡ് ആക്ച്വലി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിതെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് എന്ത് വരുന്നത്, നമ്മുടെ ക്രിസ്മസ് എക്സാം, നമ്മുടെ സെക്കൻഡ് ടേം എക്സാം വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ സിലബസ് തീർന്നില്ല, പിന്നെ ഒരു ഓട്ടമാണ് അല്ലേ? സിലബസ് ഓടിച്ച് തീർക്കാനുള്ള ഒരു ഓട്ടം മത്സരമായിരിക്കും. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും നമുക്ക് ചിലപ്പോൾ നോക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം ക്രിസ്മസ് എക്സാമിന് ഈ ഒരു പോർഷൻസ് സ്കൂളിൽ തീർത്തേ പറ്റുള്ളൂ. അപ്പോഴെന്താണ്, ഈ പ്രോഗ്രാമുകൾക്കിടയിൽ അതെങ്ങനെയും കുറച്ചൊക്കെ സെമിനാർ ടോപ്പിക്സ് ആയിട്ടും കുറച്ചൊക്കെ അസൈൻമെൻ്റ് ഒക്കെ ആയിട്ടും അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ കുറേ മക്കൾക്ക് ഈ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന മക്കൾക്ക് കുറേ മക്കൾക്ക് ക്ലാസ്സുകൾ മിസ്സാകാനുള്ള ചാൻസുകളുണ്ട് ആണല്ലോ. യെസ്. അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ ക്രിസ്മസ് എക്സാം വരുമ്പോഴായിരിക്കും നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് വേഗം ഒന്ന് തട്ടിക്കൂട്ടലായിട്ട് വേഗം പഠിച്ചു തുടങ്ങണം. അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കമൻസ്, മിസ് യൂട്യൂബിൽ ക്ലാസ് ഉണ്ടാവുന്നില്ലേ അല്ലേ, ക്ലാസ് എപ്പോഴാണ്? കാരണം ആ ലാസ്റ്റ് മിനിറ്റിൽ നമ്മുടെ എക്സാം അടുക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് തോന്നുക, ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഓണം എക്സാമിന് ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ച സമയത്ത് എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായൊരു പ്രശ്നം എന്താ? നിങ്ങൾ എന്നെ ചിന്തിച്ച് നോക്കിയേ. ആ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് പഠിച്ചപ്പോൾ പല മക്കൾക്കും അല്ലേ, ഇന്നലെ കൂടെ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്തൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, മിസ് എല്ലാം പഠിച്ചിട്ടാണ് പോയത്, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പം ആദ്യമായിട്ട് കാണുന്ന പോലെയാണ്, ഒന്നും ഓർമ്മ വന്നില്ല എന്ന് പറഞ്ഞ ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ്, നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ആ സമയത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ വിചാരിക്കും ഫുൾ തറോ ആയിട്ടുണ്ട്, എനിക്കിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ബുക്ക് അടച്ചു വെച്ച് എന്നോട് ചോദിച്ചോ, എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു കമന്റ് ഉണ്ട്, മിസ് തറോ ആയിട്ടാണ് പഠിച്ചത്. യെസ്, നമ്മൾ ആ പഠിച്ച സമയത്ത് നല്ല തറോ ആയിരുന്നു, നമുക്ക് ആ ടെമ്പററി മെമ്മറി അവിടെ ഉണ്ട്. പക്ഷെ അത് ലോങ് ടേം മെമ്മറി ആയിട്ടില്ല. ലോങ് ടേം മെമ്മറി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റഡ് റിവിഷൻ അത്യാവശ്യമാണ്. ആ റിപ്പീറ്റഡ് റിവിഷനിൽ മാത്രമേ നമുക്കത് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് എല്ലാ സബ്ജക്ട്സും എല്ലാ ചാപ്റ്റേഴ്സും കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് എന്താ പറ്റുക, മറന്നു പോവും, എല്ലാം കൂടെ ഒരു അവിയൽ പരിവായി പോവും അല്ലേ? അപ്പോൾ ഇതിനിടയിൽ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്രിസ്മസ് എക്സാം അടുക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ കുട്ടികളെല്ലാവരും എന്ത് ചിന്തിക്കുന്നു, അയ്യോ ഞാൻ പഠിച്ചിട്ടില്ല, ഇത്രയും പോർഷൻസ് ഉണ്ട്, എന്താക്കും എന്ന് പറയുന്ന ഒരു ആവേശം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സമയത്ത് മാത്രമായിട്ട് നമ്മൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കണക്കിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് എൻ്റെ മക്കൾക്ക് ഈ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മുടെ സിലബസും പാറ്റേണും എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. അത് ചിലപ്പം നിങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ SSLC +2 നമ്മുടെ 9ാം ക്ലാസ്സിലെ മക്കളായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. കാരണം അവർക്കൊരു ഒഫീഷ്യൽ ഓണം എക്സാം നടന്നതുകൊണ്ട് നിങ്ങളത് ഇപ്പം ടീച്ചേഴ്സ് ആയിരുന്നു സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാം വരുമ്പം അതേ അവസ്ഥ ആയിരിക്കില്ല. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ പബ്ലിക് എക്സാമിലൊക്കെ വന്നതുപോലെ തന്നെ എന്തുണ്ടാകും, ആ പാറ്റേണിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സൊക്കെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതേ രീതിയിലായിരിക്കും എൻ്റെ കുട്ടികൾ ഇനി ക്രിസ്മസ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങൾ 10ാം ക്ലാസ് വരെ പോലെ 9ാം ക്ലാസ് വരെ പോലെ അല്ല, നിങ്ങളുടെ സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അധികമുണ്ട്, കണ്ടന്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ അത്ര അധികമുണ്ട്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലേക്കുള്ള പഠിത്തം എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല,
ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ, എൻ്റെ കുട്ടികളെ ഹാപ്പി ആക്കാനുള്ളൊരു കാര്യമാണ് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ഉയരിയ ബാച്ച് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മിസ്സായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഓക്കെ ലാസ്റ്റ് മിനിറ്റിലേക്കുള്ള ആ ഒരു ഓട്ടത്തിനോ അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലേക്കുള്ള ആ ഒരു സിലബസ് കംപ്ലീഷനോ എൻ്റെ കുട്ടികൾ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓൾറെഡി +1 എക്സാം ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. ലാസ്റ്റ് മിനിറ്റിൽ തീർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. പിന്നെ അതൊരു ഫുൾ പ്രഷറാണല്ലേ. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തുണ്ട്? മോഡൽ എക്സാം, പബ്ലിക് എക്സാം, പ്രാക്ടിക്കൽ എക്സാം. അതായത് നമ്മൾ ഡിസംബറോട് കൂടി നമ്മുടെ സിലബസ് തീർന്നെങ്കിൽ മാത്രമേ എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ ഒരു കാരണവശാലും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യരുത്? ലാസ്റ്റ് മിനിറ്റ് സിലബസ് കംപ്ലീഷൻ നിൽക്കരുത്. അതിനൊരിക്കലും മിസ് പറയില്ല നിങ്ങൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കരുത്, നിങ്ങളുടെ അങ്ങനത്തെ എന്താ പറയുക പഠനത്തിൻ്റെതായിട്ടുള്ള അല്ലാത്ത ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യരുത് എന്ന് മിസ് ഒരിക്കലും പറയില്ല. ഇതും നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ അതിൽ നല്ല കഴിവുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പക്ഷേ നമുക്ക് അതിനൊരു ബാലൻസ് കൊണ്ടുവരണം. നമുക്കത് മാത്രമാണോ വേണ്ടത്? അല്ല. നമുക്ക് പഠനം മാത്രമാണോ വേണ്ടത്? അല്ല. നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബാലൻസ് ആണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇപ്പം നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഈ യുവജനോത്സവം, സബ് ജില്ലാ കലോത്സവം, സ്പോർട്സ്, ശാസ്ത്രമേള ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അല്ലേ. പക്ഷെ പഠനവും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് പോകുക. പകരം എന്ത് ചെയ്യുക? നിങ്ങൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ലൈവ് ക്ലാസ് ഉണ്ടാവും അല്ലേ. ആ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സമയത്താണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ അത് കാണാം. ഇനി അഥവാ അത് മിസ്സായി പോയി കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് സ്കൂളിലെ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ഒന്നുകൂടെ കിട്ടുക എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷെ നമ്മളുടെ എക്സാമിനറിൻ്റെ നമ്മുടെ ഉയരിയ ബാച്ചിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ ലൈവിൻ്റെ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം? എൻ്റെ കുട്ടികൾ ആ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് അഥവാ അത് മിസ്സാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ തന്നെ എൻഷുർ ചെയ്യണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത് രണ്ടും ബാലൻസിൽ എത്തിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മുടെ എക്സാമിനർ നിങ്ങൾക്ക് തരുന്നുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈവിൻ്റെ റെക്കോർഡ് അവൈലബിൾ ആക്കുന്നത്. കാരണം ലൈവ് മിസ്സായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ക്ലാസ് മിസ്സാവരുത് എന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിർബന്ധം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അഥവാ ലൈവ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ആ ലൈവിൻ്റെ റെക്കോർഡഡ് ക്ലാസ് തീർച്ചയായിട്ടും കാണണം. ഓക്കെ. ഇനിയിപ്പോൾ ചില മക്കൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില പീരീഡ് ആയിരിക്കും മിസ്സാവുന്നത്. ഇപ്പോൾ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു പീരീഡ് പോയി, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഒരു പീരീഡിലെ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ടോപ്പിക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബയോളജിയിലാണെങ്കിൽ ഒരു ചാപ്റ്ററിൽ ഒരു ടോപ്പിക്കാണ്, ഒരു പീരീഡിൽ ഇപ്പോൾ ഒരു 45 മിനിറ്റ്സ് ആണെങ്കിൽ ആ 45 മിനിറ്റ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടുള്ളൂ അല്ലേ. നിങ്ങൾ അതിന് മുൻപുള്ളത് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അതിന് ശേഷമുള്ളത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ലേണിംഗ് വീഡിയോസ് ഉണ്ട്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ലേണിംഗ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മാത്രമാണ് ഒരു ഫ്ലോ കിട്ടാതെ ആവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലേണിംഗ് വീഡിയോസ് കണ്ടാൽ മതി. ഓക്കെ. ഇനി അതിനേക്കാളൊക്കെ നിങ്ങൾക്കൊരു ഫ്ലോ മിസ്സാവാതിരിക്കാൻ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഉയരിയ ബാച്ചിൻ്റെ ഞങ്ങളെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഞാൻ എവിടെയാണ് കംപ്ലീറ്റ് ചെയ്തത്, ഞാൻ എവിടെയാണ് നിർത്തിയത്, ഞാൻ എവിടെയാണ് മിസ് ചെയ്തത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ ബാച്ചിലെ ലൈവ് ക്ലാസ്സുകൾ മിക്കവാറും ചാപ്റ്റേഴ്സ്, കുഞ്ഞു ചാപ്റ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ 2 ലൈവിൽ, 2 പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. വലിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ പാർട്ട് 3 കൂടെ ഉണ്ടാകും. ആ രീതിയിലാണ് നമ്മുടെ ലൈവ് പോകുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ സുഖമായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് എൻ്റെ മക്കൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ഒരു ക്ലാസ് പോലും അല്ലെങ്കിൽ ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി ബാച്ചായിരിക്കും നമ്മുടെ എക്സാമിനറിൻ്റെ ഉയരിയ ബാച്ച്. ഇനി നിങ്ങൾക്കറിയാം, നമ്മൾ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ പഠിച്ച ടോപ്പിക്ക് മുഴുവൻ അങ്ങോട്ട് ചതിക്ക് വെക്കല്ല വേണ്ടത്. എന്താണോ ചോദ്യം ഇത് മനസ്സിലാക്കി ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് എൻ്റെ കുട്ടികളെ റെഡിയാക്കുന്നതായിരിക്കും നമ്മുടെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. വർക്ക്ഷീറ്റ് കമ്പൽസറി ആണ്. ഓക്കെ. നിങ്ങളുടെ ഇപ്പോൾ പാറ്റേൺ ഒക്കെ മാറി വരുന്നതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ PYQs ഉണ്ടാകും. PYQസിൻ്റെ വീഡിയോ സൊല്യൂഷൻ അവൈലബിൾ ആണ്. പക്ഷേ മിസ്സിൻ്റെ ഒരു സജഷൻ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സൊല്യൂഷൻ നോക്കി ക്ലിയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാംസ് ഉണ്ടാകും. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് മോഡൽ എക്സാംസും അതുപോലെ ചാപ്റ്റർ വൈസ് എക്സാം ഒക്കെ നമ്മുടെ ബാച്ചിൽ നടക്കുന്നുണ്ട്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ നിങ്ങളൊരു കംപ്ലീഷൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മക്കളെ, നമ്മൾ ചാപ്റ്റർ പഠിച്ചു,
നമ്മൾ വർക്ക്ഷീറ്റ് ചെയ്തു, PYQs ചെയ്തു, എക്സാം അറ്റൻഡ് ചെയ്തു. നിങ്ങൾക്ക് എത്ര റൗണ്ട് ഓഫ് റിവിഷൻ ആണ്, നിങ്ങൾ ഓരോ ചോദ്യം ചെയ്യുമ്പോഴും അവിടെ റിവിഷൻ ആണ് നടക്കുന്നത്. അല്ലാതെ റിവിഷൻ എന്ന് പറയുമ്പോൾ ചാപ്റ്റർ ഇങ്ങനെ നോട്ട് ഇങ്ങനെ വായിക്കുന്നതല്ല റിവിഷൻ, നമ്മൾ റീകോൾ ചെയ്യുന്നതാണ് റിവിഷൻ. ഒരു കാര്യം കാണുമ്പോൾ നമുക്കത് ഓർമ്മ എടുത്ത് നമ്മളത് എഴുതാൻ പറ്റുന്നതാണ് റിവിഷൻ. അപ്പം നിങ്ങൾക്ക് ഈ ഓരോ ടാസ്കിലൂടെയും നമ്മൾ ചെയ്യുന്നത് എന്താണ്? റിവിഷനാണ്. അത് കഴിഞ്ഞ് എൻ്റെ കുട്ടികൾ ലാസ്റ്റ് മിനിറ്റ് നമ്മുടെ യൂട്യൂബ് റിവിഷനിലേക്ക് നിങ്ങളുടെ എക്സാം ടൈമിൽ എത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. അത് നമ്മളിപ്പോൾ ഓണം എക്സാമിൻ്റെ ലൈവൊക്കെ പോയ സമയത്ത് നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിലെ കുട്ടികളുടെ പേരുകൾ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ, നമ്മൾ ബാച്ച് ലൈവിലൊക്കെ കണ്ടിട്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ ഒരു ചോദ്യം കാണുമ്പം ആദ്യം ആൻസർ വരുന്നത് നമ്മുടെ ബാച്ചിലുള്ള മക്കളുടെ അടുത്താണ്. അതിനുള്ളൊരു കാരണം ഇത്രയേ ഉള്ളൂ, അവർ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പഠിച്ചാൽ കിട്ടാത്തതായിട്ട് ആരുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള ടാലൻ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ അതിനുള്ള ഒരു എഫേർട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് മിസ്സും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എൻ്റെ മക്കൾ അതിന് റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഉയരെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഓണം ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഫീൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഡിസംബറോട് കൂടിയിട്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ക്ലാസ്സുകളും അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ഒരേ ബാച്ചിൻ്റെ കൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് മെസ്സേജ് ചെയ്യാം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ബാച്ചിൻ്റെ ചോദിച്ചിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇപ്പോൾ ചില മക്കൾക്ക് ഉണ്ടാവും, മിസ് ഞാൻ ഇത്രയും പോർഷൻസ് പഠിച്ചിട്ടില്ല, ഇത്രയും ചാപ്റ്റേഴ്സ്, ചില ചാപ്റ്റേഴ്സ് എനിക്ക് അറിയില്ല, അപ്പോൾ എനിക്കിനി നമ്മുടെ ബാച്ചിലെ ലൈവ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ? മക്കളെ, നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു സമയമുണ്ട്. നിങ്ങളുടെ മുന്നിൽ എന്തുണ്ട്? ഓണം വെക്കേഷൻ ഉണ്ട്. ആ ഓണം വെക്കേഷൻ എൻ്റെ കുട്ടികളൊന്ന് പ്ലാൻ ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അറിയാത്ത 2, 3, 4 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ കൂടെ നിങ്ങളുടെ മുന്നിൽ അത് കവർ ചെയ്യാനുള്ള സമയമുണ്ട്. അതെൻ്റെ കുട്ടികൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ട്. ഈ ക്ലാസ്സുകൾ കണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതിന് നമ്മളുടെ ഭാഗത്തു നിന്നുള്ളൊരു ചെറിയ എഫേർട്ട് മതി. ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇരിക്കൊന്നും വേണ്ട. ഒരു 3 മണിക്കൂറോ 2 മണിക്കൂറോ ഒരു ദിവസം നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? തീർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിന് എൻ്റെ മക്കൾ റെഡി ആണെങ്കിൽ നമ്മുടെ എക്സാം എൻ്റെ ഒരേ ബാച്ചും നമ്മുടെ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൂടെയുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ഈ ഒരു വെക്കേഷൻ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഹാപ്പി വെക്കേഷൻ, ഹാപ്പി ഓണം. നമുക്കിനി ലൈവിൽ കാണാം.